ദ ആർട്ട് ഓഫ് ലേസിനെസ് നിങ്ങളെ അലസനാകാൻ പഠിപ്പിക്കുന്ന ഒരു പുസ്തകമല്ല. ഇത് നിങ്ങളെ ശാന്തരാക്കുന്ന, സത്യസന്ധരാക്കുന്ന ഒരു യാത്രയാണ്. നമുക്ക് ചുറ്റുമുള്ള ലോകം നമ്മളോട് സ്ഥിരമായി ഒരേ സന്ദേശമാണ് നൽകുന്നത്. കൂടുതൽ കാര്യങ്ങൾ ചെയ്യണം, വേഗത്തിൽ ചെയ്യണം, വിശ്രമം ഒരു ദൗർബല്യമാണ്. ഈ ശബ്ദങ്ങൾക്കിടയിൽ നമ്മൾ നമ്മുടെ ഉള്ളിലെ ശബ്ദം കേൾക്കാൻ മറക്കുന്നു. ഈ പുസ്തകം നിങ്ങളോട് തിരക്ക് കൂട്ടാൻ പറയുന്നില്ല. ഇത് നിങ്ങൾക്ക് നിൽക്കാനും വിശ്രമിക്കാനും അനുവാദം നൽകുന്നു. ശാന്തമായി ചിന്തിക്കാൻ, സ്വന്തം ക്ഷീണം അംഗീകരിക്കാൻ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അലസതയെക്കുറിച്ചുള്ള കുറ്റബോധം കുറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കും. ഈ ഓഡിയോ കേൾക്കുന്നതിലൂടെ സ്വയം കുറ്റപ്പെടുത്താതെ ജീവിക്കാൻ നമുക്ക് പഠിക്കാം. പ്രൊഡക്ടിവിറ്റി എന്നത് കൂടുതൽ കാര്യങ്ങൾ ചെയ്യലല്ല, ശരിയായ കാര്യങ്ങളിൽ ഊർജം ചെലവഴിക്കലാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകും. വിശ്രമം ഒരു സമ്മാനമല്ല, ഒരു അവകാശമാണെന്ന് നിങ്ങൾ പതുക്കെ സ്വീകരിക്കും. ഇതാണ് അലസതയുടെ കല, ദ ആർട്ട് ഓഫ് ലേസിനെസ്. അലസത എന്ന വാക്ക് നമ്മുടെ സമൂഹത്തിൽ ഒരു മോശം മുദ്രയാണ്. ഒരു വ്യക്തിയെ മോശമായി വിലയിരുത്താൻ ഉപയോഗിക്കുന്ന ഏറ്റവും എളുപ്പമുള്ള പദങ്ങളിൽ ഒന്നാണത്. അവൻ അലസനാണ്, അവൾക്ക് എന്തിനും മടിയാണ് എന്നൊക്കെ പറഞ്ഞാൽ ആ മനുഷ്യന്റെ കഴിവുകളെ മുഴുവൻ ഒരൊറ്റ വാക്കിലൂടെ ഇല്ലാതാക്കാം എന്നതാണ് നമ്മുടെ പൊതുബോധം. ഈ ധാരണ നമ്മൾ സ്വന്തമായി രൂപപ്പെടുത്തിയതല്ല, അത് തലമുറകളായി നമ്മളിലേക്ക് പകർന്നു വന്നതാണ്. ഒരു കുട്ടി ഒന്നും ചെയ്യാതെ ഇരിക്കുമ്പോൾ, കളിക്കുമ്പോൾ, സ്വപ്നം കാണുമ്പോൾ അവർ ആദ്യം കേൾക്കുന്ന വാക്കുകളിൽ ഒന്ന് ഇങ്ങനെ അലസത കാണിക്കരുത് എന്നതാണ്. ആ നിമിഷം മുതൽ അവരുടെ മനസ്സിൽ ഒരു ബോധം പതിയുന്നു. ഒന്നും ചെയ്യാതെ ഇരിക്കുന്നത് തെറ്റാണ്. ശാന്തമായി ഇരിക്കുക, ചിന്തിക്കുക, മനസ്സിനെ വിശ്രമിപ്പിക്കുക, ഇതെല്ലാം അനാവശ്യമായ കാര്യങ്ങളായി മാറുന്നു. ജീവിതം എന്നത് സ്ഥിരമായ ഒരു ഓട്ടമാണെന്നും ഒരു നിമിഷം നിൽക്കുന്നത് പരാജയമാണെന്നും നമ്മൾ കരുതുന്നു. ദ ആർട്ട് ഓഫ് ലേസിനെസ് എന്ന പുസ്തകം ഈ അടിസ്ഥാന ധാരണയെ ശക്തമായി ചോദ്യം ചെയ്യുന്നു. അലസത ശരിക്കും എന്താണ്? അത് സത്യത്തിൽ ഒരു ദോഷമാണോ, അല്ലെങ്കിൽ നമ്മൾ തെറ്റായി വ്യാഖ്യാനിച്ച ഒരു സ്വാഭാവിക മനുഷ്യാവസ്ഥയാണോ? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ നമ്മൾ ആദ്യം അലസതയെ ചുറ്റിപ്പറ്റിയുള്ള സാമൂഹികവും മാനസികവുമായ പശ്ചാത്തലം മനസ്സിലാക്കണം. നമ്മൾ ജീവിക്കുന്ന ലോകം പ്രൊഡക്ടിവിറ്റിയെ ദൈവമായി കാണുന്ന ലോകമാണ്. കൂടുതൽ സമയം ജോലി ചെയ്യുന്നവൻ മഹാനാണ്, കുറച്ചുറങ്ങുന്നവൻ ശക്തനാണ്, വിശ്രമമില്ലാതെ മുന്നോട്ടു പോകുന്നവൻ വിജയിയാണ്. ഈ ചിന്താഗതിയാണ് നമ്മൾ എല്ലായിടത്തും കാണുന്നത്. സോഷ്യൽ മീഡിയയിൽ പോലും തിരക്കാണ് എന്ന് പറയുന്നത് ഒരു അലങ്കാരമാണ്. സോ ബിസി, നോ ടൈം ടു റെസ്റ്റ് എന്ന വാക്കുകൾ അഭിമാനത്തോടെ പങ്കുവെക്കപ്പെടുന്നു. ഈ പശ്ചാത്തലത്തിലാണ് അലസത ഏറ്റവും വലിയ കുറ്റമായി മാറുന്നത്. എന്നാൽ ഈ പുസ്തകം നമ്മളോട് ചോദിക്കുന്നത് ഒരു ലളിതമായ പക്ഷേ നമ്മളെ അസ്വസ്ഥമാക്കുന്ന ചോദ്യമാണ്. ഈ തിരക്കുകൾ നമ്മെ എവിടേക്കാണ് നയിക്കുന്നത്? അലസത എന്ന് നമ്മൾ വിളിക്കുന്ന പല അവസ്ഥകളും യഥാർത്ഥത്തിൽ ശരീരത്തിന്റെയും മനസ്സിന്റെയും ഒരു മുന്നറിയിപ്പാണ്. അതിരുകടന്ന ജോലി, തുടർച്ചയായ സമ്മർദ്ദം, വിശ്രമമില്ലായ്മ, ഇവയെല്ലാം ഒന്നിച്ചു വന്നാൽ മനുഷ്യൻ സ്വാഭാവികമായി പിന്മാറും, ചെയ്യേണ്ട കാര്യങ്ങളിൽ നിന്ന് അകലം പാലിക്കും. ഇത് ഒരു പരാജയമല്ല, മറിച്ച് ജീവിക്കാനുള്ള ഒരു ജൈവ പ്രതികരണമാണ്. ഇവിടെയാണ് പ്രൊക്രാസ്റ്റിനേഷൻ എന്ന വിഷയം പ്രസക്തമാകുന്നത്. ചെയ്യേണ്ട കാര്യങ്ങൾ അറിയാമായിരുന്നിട്ടും അത് മാറ്റിവെക്കുന്ന സ്വഭാവം. സാധാരണയായി നമ്മൾ ഇതിനെ അലസതയുടെ പരമാവധി രൂപമായി കാണുന്നു. എന്നാൽ ഈ പുസ്തകം വ്യക്തമാക്കുന്നത് പ്രൊക്രാസ്റ്റിനേഷൻ മിക്കവാറും അലസത കൊണ്ടല്ല ഉണ്ടാകുന്നത് എന്നാണ്. അത് ഉണ്ടാകുന്നത് ഭയത്തിൽ നിന്നാണ്, പരാജയ ഭീതിയിൽ നിന്ന്, വിമർശന ഭീതിയിൽ നിന്ന്, അല്ലെങ്കിൽ ഇത് പൂർണ്ണമായില്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന ആശങ്കയിൽ നിന്ന്. ഒരു ജോലി പൂർണ്ണതയോടെ ചെയ്യണം എന്ന അമിത സമ്മർദ്ദം നമ്മെ ആ ജോലി തുടങ്ങാൻ പോലും അനുവദിക്കാതെ തടയും. ഈ അവസ്ഥയിൽ മനസ്സ് നമ്മെ രക്ഷിക്കാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് അത് ശ്രദ്ധ മാറ്റുന്നത്, വൈകിപ്പിക്കുന്നത്, ഒഴിവാക്കുന്നത്. പുറമേ നിന്ന് നോക്കുമ്പോൾ ഇത് അലസതയായി തോന്നാം, എന്നാൽ ഉള്ളിൽ നടക്കുന്നത് ഒരു മാനസിക യുദ്ധമാണ്. ഈ തിരിച്ചറിവാണ് ഈ പുസ്തകം നൽകുന്ന വലിയ ശക്തി. നമ്മളോട് തന്നെ കൂടുതൽ സഹനത്തോടെ പെരുമാറാൻ ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. അലസതയെ ശിക്ഷിക്കേണ്ട ഒരു ദോഷമായി കാണുന്നതിന് പകരം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സന്ദേശമായി കാണാൻ ഈ പുസ്തകം നമ്മെ പ്രേരിപ്പിക്കുന്നു. എനിക്ക് ഇപ്പോൾ എന്തുകൊണ്ട് ഇത് ചെയ്യാൻ കഴിയുന്നില്ല എന്ന ചോദ്യം ചോദിക്കുമ്പോഴാണ് മാറ്റം ആരംഭിക്കുന്നത്. ഇവിടെ നിന്ന് പുസ്തകം നമ്മളെ പ്രൊഡക്ടിവിറ്റിയുടെ വിരോധാഭാസത്തിലേക്ക് നയിക്കുന്നു.
കൂടുതൽ ജോലി എന്നാൽ കൂടുതൽ ഫലം എന്ന ലളിത സമവാക്യം യഥാർത്ഥത്തിൽ പലപ്പോഴും പരാജയപ്പെടുന്നു. അമിതമായി ജോലി ചെയ്യുന്നവർ ക്ഷീണിതരാകുന്നു, സൃഷ്ടിപരമായ ചിന്ത നഷ്ടപ്പെടുന്നു, ജീവിതത്തിൽ സന്തോഷം കുറയുന്നു. എന്നിട്ടും നമ്മൾ അതേ വഴിയാണ് പിന്തുടരുന്നത്. കാരണം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് അതാണ്. അലസതയുടെ കല എന്ന ആശയം ഇവിടെ ഒരു വിപ്ലവമായി കടന്നു വരുന്നു. ഇത് ഒന്നും ചെയ്യാതെ ഇരിക്കാനുള്ള പ്രോത്സാഹനം അല്ല, മറിച്ച് എന്തു ചെയ്യണം, എന്ത് ചെയ്യേണ്ടതില്ല എന്ന ബോധം വളർത്തുന്നതാണ്. എല്ലാ കാര്യങ്ങളിലും മുഴുകേണ്ട ആവശ്യമില്ല. ചില കാര്യങ്ങൾ ഒഴിവാക്കുന്നതിലൂടെ മാത്രമേ ചില പ്രധാന കാര്യങ്ങൾക്ക് ഇടം ലഭിക്കൂ. എല്ലാം വേഗത്തിൽ ചെയ്യണമെന്ന ചിന്തയിൽ നിന്ന് പിന്മാറുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതം വ്യക്തമായി കാണാൻ കഴിയും. ലൈബ്രറി എന്ന ഉപമ ഇവിടെ പ്രസക്തമാണ്. ലൈബ്രറി ശാന്തമാണ്, പക്ഷേ അവിടെ അറിവിന്റെ ആഴമുണ്ട്. അതുപോലെ തന്നെ ശാന്തമായ ഒരു മനസ്സിലാണ് യഥാർത്ഥ പ്രൊഡക്ടിവിറ്റി വളരുന്നത്. പ്രോക്രാസ്റ്റിനേഷൻ അലസതയല്ല, മനസ്സിന്റെ ഭാഷ. നമ്മൾ അലസത എന്ന് വിളിക്കുന്ന പല അവസ്ഥകളുടെയും ആഴത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു സങ്കീർണമായ മാനസിക പ്രക്രിയയാണ് പ്രോക്രാസ്റ്റിനേഷൻ. ചെയ്യേണ്ട കാര്യം വ്യക്തമായി അറിയാം, അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാം, അത് ചെയ്യാതിരുന്നാൽ ഉണ്ടാകുന്ന നഷ്ടവും ബോധ്യമുണ്ട്. എന്നിട്ടും അതേ കാര്യം നാളത്തേക്ക് മാറ്റിവെക്കുന്നു. സമയം നീളുന്തോറും കുറ്റബോധം കൂടുന്നു, സമ്മർദ്ദം വർദ്ധിക്കുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ അത് ചെയ്യാനുള്ള ഊർജം കുറയുകയും ചെയ്യുന്നു. ഈ വിരുദ്ധാവസ്ഥയാണ് പ്രോക്രാസ്റ്റിനേഷന്റെ യഥാർത്ഥ മുഖം. പലരും ഇതിനെ ഒരു സ്വഭാവ ദോഷമായി കാണുന്നു. എനിക്ക് ഡിസിപ്ലിൻ ഇല്ല, എനിക്ക് വിൽ പവർ കുറവാണ് എന്നൊക്കെ പറഞ്ഞ് സ്വയം കുറ്റപ്പെടുത്തുന്നു. എന്നാൽ ദ ആർട്ട് ഓഫ് ലേസിനെസ് എന്ന പുസ്തകം വ്യക്തമാക്കുന്നത് പ്രോക്രാസ്റ്റിനേഷൻ വിൽ പവറിന്റെ കുറവല്ല, മറിച്ച് വികാരങ്ങളുടെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ് എന്നാണ്. നമ്മൾ ഒരു ജോലി മാറ്റിവെക്കുന്നത് ആ ജോലി ഉണ്ടാക്കുന്ന അസ്വസ്ഥമായ വികാരങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനാണ്. ഒരു ജോലി നമ്മളെ ഭയപ്പെടുത്തുമ്പോൾ, അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നെഞ്ചിൽ ഭാരം തോന്നുമ്പോൾ നമ്മുടെ മനസ്സ് സ്വാഭാവികമായി അതിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കും. ഇത് മനുഷ്യന്റെ ഒരു അടിസ്ഥാന സ്വഭാവമാണ്. വേദനയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക, സുഖം തേടുക, ഈ രണ്ട് പ്രേരണകളാണ് നമ്മുടെ പല തീരുമാനങ്ങളെയും നിയന്ത്രിക്കുന്നത്. പ്രോക്രാസ്റ്റിനേഷൻ ഈ സ്വഭാവത്തിന്റെ ഒരു പ്രകടനമാണ്. പലപ്പോഴും ഈ ഭയം പരാജയഭീതിയായിരിക്കും. ഞാനിത് ശരിയായി ചെയ്യുമോ, ഇത് മതിയോ, ആരെങ്കിലും എന്നെ വിമർശിച്ചാൽ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ മനസ്സിൽ മുഴങ്ങുമ്പോൾ ആ ജോലി ഒരു ഭാരമായി മാറുന്നു. ഈ സാഹചര്യത്തിൽ ഒന്നും ചെയ്യാതിരിക്കുന്നത് പോലും ചെയ്യുന്നതിനേക്കാൾ സുരക്ഷിതമായി മനസ്സിന് തോന്നും. പുറമേ നിന്ന് നോക്കുമ്പോൾ ഇത് അലസതയായി തോന്നുമെങ്കിലും അവരുടെ ഉള്ളിൽ നടക്കുന്നത് ഒരു ആത്മസംരക്ഷണമാണ്. ഇതുമായി ചേർന്ന് നിൽക്കുന്ന മറ്റൊരു പ്രധാന കാര്യമാണ് പൂർണ്ണതാഭിലാഷം, പെർഫെക്ഷനിസം. എല്ലാം പൂർണ്ണമായിരിക്കണം എന്ന അമിത പ്രതീക്ഷ കാര്യങ്ങൾ തുടങ്ങാൻ പോലും നമ്മളെ അനുവദിക്കാതെ തടയും. ഇപ്പോൾ സമയം ശരിയല്ല, കൂടുതൽ തയ്യാറെടുക്കണം, ഇനിയും പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് നാം തുടക്കം തന്നെ മാറ്റിവെക്കും. യഥാർത്ഥത്തിൽ നമ്മൾ ഭയപ്പെടുന്നത് അപൂർണതയാണ്, എന്നാൽ നാം കുറ്റം ചുമത്തുന്നത് അലസതയ്ക്കാണ്. പ്രോക്രാസ്റ്റിനേഷനെ പോരാടേണ്ട ഒരു ശത്രുവായി കാണരുത്, അതിനെ മനസ്സിലാക്കേണ്ട ഒരു സൂചനയായി കാണണം. നമ്മൾ എന്തുകൊണ്ടാണ് ഈ ജോലി ഒഴിവാക്കുന്നത്? അത് നമ്മെ മാനസികമായി എങ്ങനെ ബാധിക്കുന്നു? ഈ ചോദ്യങ്ങൾ സ്വയം ചോദിക്കുമ്പോൾ പ്രശ്നത്തിന്റെ വേരുകൾ നമുക്ക് തന്നെ കാണാൻ കഴിയും. പ്രോക്രാസ്റ്റിനേഷൻ പലപ്പോഴും ക്ഷീണത്തിന്റെ ഫലവുമാണ്. ശരീരവും മനസ്സും തുടർച്ചയായി അമിത സമ്മർദ്ദത്തിലാകുമ്പോൾ അവ സ്വയം ബ്രേക്ക് എടുക്കാൻ ശ്രമിക്കും. എന്നാൽ നമ്മുടെ സംസ്കാരം വിശ്രമത്തെ ഒരു ദോഷമായി കാണുന്നതിനാൽ ഈ ബ്രേക്ക് കുറ്റബോധത്തോടെയാണ് നമ്മൾ കാണുന്നത്. ഞാൻ കൂടുതൽ പരിശ്രമിക്കണം എന്ന ചിന്തയോടെ നമ്മൾ വീണ്ടും നമ്മളെ തന്നെ തള്ളിവിടുന്നു. ഇതാണ് ഒരു ദുഷ്ചക്രം സൃഷ്ടിക്കുന്നത്. ക്ഷീണം, വൈകൽ, കുറ്റബോധം, വീണ്ടും ക്ഷീണം, ഈ ലൂപ്പ് തുടരുന്നു. ദ ആർട്ട് ഓഫ് ലേസിനെസ് ഈ ചക്രം തകർക്കാനുള്ള ഒരു പുതിയ കാഴ്ചപ്പാട് നൽകുന്നു. അലസതയും പ്രോക്രാസ്റ്റിനേഷനും ഒരുപോലെ ശിക്ഷിക്കപ്പെടേണ്ടവയല്ല, മറിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില സന്ദേശങ്ങളാണ്. മനസ്സ് നമ്മളോട് എന്തോ പറയാൻ ശ്രമിക്കുകയാണ്. അത് കേൾക്കാൻ നാം തയ്യാറാകുമ്പോൾ മാത്രമേ മാറ്റം സംഭവിക്കൂ. ഇവിടെയാണ് ചെറിയ തുടക്കങ്ങളുടെ പ്രാധാന്യം പുസ്തകം മുന്നോട്ട് വയ്ക്കുന്നത്. ഒരു വലിയ ജോലിയെ മുഴുവനായി കാണുമ്പോൾ അത് നമ്മെ ഭയപ്പെടുത്തും. എന്നാൽ അതിനെ ചെറിയ, ഭാരം കുറഞ്ഞ ഭാഗങ്ങളായി കാണുമ്പോൾ ആരംഭിക്കുന്നത് എളുപ്പമാകും. പൂർണ്ണതയില്ലാത്ത ഒരു തുടക്കം പോലും തുടക്കമില്ലാത്ത പൂർണ്ണതയേക്കാൾ മികച്ചതാണ് എന്ന ബോധം ഇവിടെ വളരും.
പ്രൊക്രാസ്റ്റിനേഷൻ മാറുന്നത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന കാര്യമല്ല. അത് നമ്മുടെ ചിന്താശൈലിയിൽ വരുന്ന ഒരു മന്ദഗതിയിലുള്ള മാറ്റമാണ്. അലസതയെ കുറ്റമായി കാണുന്നതിന് പകരം ഒരു സൂചനയായി കാണാൻ പഠിക്കുമ്പോൾ നമ്മൾ നമ്മളോട് തന്നെ കൂടുതൽ സഹാനുഭൂതിയോടെ പെരുമാറാൻ തുടങ്ങും. ഈ സഹാനുഭൂതിയാണ് യഥാർത്ഥ മാറ്റത്തിന്റെ അടിസ്ഥാനം. മനുഷ്യൻ ഒരു യന്ത്രമല്ല. അവന് വികാരങ്ങളുണ്ട്, പരിധികളുണ്ട്, ക്ഷീണം ഉണ്ടാകും. ഈ സത്യങ്ങളെ അംഗീകരിക്കാതെ പ്രൊഡക്ടിവിറ്റി തേടുന്നത് തന്നെ പ്രശ്നത്തിന്റെ വേരാണ്. അലസതയും പ്രൊക്രാസ്റ്റിനേഷനും ഈ സത്യങ്ങളെ നമ്മെ ഓർമ്മിപ്പിക്കുന്ന വിവിധ മാർഗങ്ങളാണ്. പ്രൊഡക്ടിവിറ്റി എന്ന മിത്ത്, തിരക്കിനെ ആരാധിക്കുന്ന സമൂഹം. നമ്മുടെ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ വൈരുദ്ധ്യങ്ങളിൽ ഒന്ന് പ്രൊഡക്ടിവിറ്റിയെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയാണ്. മനുഷ്യ ചരിത്രത്തിൽ ഇത്രയധികം സാങ്കേതിക സൗകര്യങ്ങളും സമയലാഭ മാർഗങ്ങളും ഉണ്ടായിരുന്ന കാലം മുമ്പുണ്ടായിട്ടില്ല. എന്നിട്ടും നമ്മൾ ഇത്രയും തിരക്കിലാണ്. കൂടുതൽ സമയം ജോലി ചെയ്യുന്നു, കൂടുതൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു, കൂടുതൽ വേഗത്തിൽ മുന്നോട്ടു പോകാൻ ശ്രമിക്കുന്നു. എന്നിട്ടും ഉള്ളിൽ ഒരിക്കലും തീരാത്ത ക്ഷീണവും അപര്യാപ്തതയുടെ ബോധവും നമ്മളെ പിന്തുടരുന്നു. ദ ആർട്ട് ഓഫ് ലേസിനെസ് എന്ന പുസ്തകം ഈ വൈരുദ്ധ്യത്തെ തുറന്നുകാട്ടുന്നു. ഇന്നത്തെ സമൂഹത്തിൽ തിരക്ക് ഒരു വ്യക്തിഗത അവസ്ഥയല്ല, അത് ഒരു സാമൂഹിക മൂല്യമായി മാറിയിരിക്കുന്നു. എത്ര തിരക്കാണ് എന്ന ചോദ്യം എത്ര പ്രധാനപ്പെട്ട ആളാണ് നീ എന്ന അർത്ഥത്തിലാണ് പലപ്പോഴും ഉപയോഗിക്കുന്നത്. വിശ്രമമില്ലാത്ത ജീവിതം ഒരു നേട്ടമായി കണക്കാക്കപ്പെടുന്നു. ഈ പശ്ചാത്തലത്തിൽ ശാന്തതയും മന്ദഗതിയും സംശയാസ്പദമായി മാറുന്നു. ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന ഒരാൾ സമൂഹത്തിന്റെ കണ്ണിൽ സമയം പാഴാക്കി കളയുന്നവനാണ്. ഈ ചിന്താശൈലി നമ്മളെ ഒരു അപകടകരമായ വഴിയിലേക്കാണ് നയിക്കുന്നത്. പ്രൊഡക്ടിവിറ്റി എന്നത് മനുഷ്യന്റെ മൂല്യം അളക്കാനുള്ള ഒരു അളവുകോലായി മാറുന്നു. ഞാൻ ഇന്ന് എന്ത് ചെയ്തു എന്ന ചോദ്യം ഞാൻ ഇന്ന് എത്ര മൂല്യമുള്ളവനാണ് എന്ന ചോദ്യമായി മാറുന്നു. ഇതിന്റെ ഫലമായി വിശ്രമം പോലും കുറ്റബോധത്തോടെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ശരീരം വിശ്രമം ആവശ്യപ്പെടുമ്പോഴും നമ്മുടെ മനസ്സ് അതിനെ എതിർക്കുന്നു. മനുഷ്യന്റെ ഊർജം പരിധിയുള്ളതാണ്, അത് അനന്തമല്ല. തുടർച്ചയായി ഉപയോഗിക്കുമ്പോൾ അത് ക്ഷയിക്കും. എന്നിട്ടും നമ്മൾ നമ്മളിൽ നിന്ന് അനന്തമായ പ്രൊഡക്ടിവിറ്റി പ്രതീക്ഷിക്കുന്നു. ഈ അസാധ്യമായ പ്രതീക്ഷയാണ് പല മാനസിക പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം. പ്രൊഡക്ടിവിറ്റിയുടെ മിത്ത് നമ്മളെ പഠിപ്പിച്ചത് കൂടുതൽ സമയം ജോലി ചെയ്താൽ കൂടുതൽ ഫലം കിട്ടും എന്നാണ്. എന്നാൽ യാഥാർത്ഥ്യം പലപ്പോഴും അതിന്റെ വിപരീതമാണ്. ക്ഷീണിച്ച മനസ്സ് തെറ്റായ തീരുമാനങ്ങൾ എടുക്കും. സൃഷ്ടിപരമായ ചിന്തകൾ ഇല്ലാതാകും. ചെറിയ പ്രശ്നങ്ങൾ പോലും വലിയ തടസ്സങ്ങളായി തോന്നും. ഈ അവസ്ഥയിൽ കൂടുതൽ ജോലി ചെയ്യാൻ ശ്രമിക്കുന്നത് അവസ്ഥ കൂടുതൽ മോശമാക്കും. ദ ആർട്ട് ഓഫ് ലേസിനെസ് ഒരു പ്രധാന ചോദ്യം ഉയർത്തുന്നു. എല്ലാ തിരക്കും ഒരുപോലെ മൂല്യമുള്ളതാണോ? നാം ചെയ്യുന്ന ഓരോ കാര്യവും നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ പ്രാധാന്യമുള്ളതാണോ? അല്ലെങ്കിൽ തിരക്കായിരിക്കണമെന്ന സാമൂഹിക സമ്മർദ്ദത്തിന്റെ ഫലമാണോ? ഈ ചോദ്യം നമ്മളെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് വീണ്ടും ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. പലപ്പോഴും നമ്മൾ തിരക്കിലാകുന്നത് ഒരു ഒഴിവാക്കലായാണ്. ഉള്ളിലെ ശൂന്യതയെ, സംശയങ്ങളെ അല്ലെങ്കിൽ അർത്ഥബോധത്തിന്റെ അഭാവത്തെ നേരിടാതിരിക്കാനാണ് നാം നമ്മളെ തിരക്കിലാക്കുന്നത്. ഒന്നിനു പിറകെ ഒന്നായി ജോലി ചെയ്യുമ്പോൾ ആന്തരികമായ ചോദ്യങ്ങൾക്ക് സമയം കിട്ടുന്നില്ല. ഈ രീതിയിൽ തിരക്ക് ഒരു രക്ഷാകവചമായി മാറുന്നു. എന്നാൽ ഈ രക്ഷാകവചം ദീർഘകാലം നിലനിൽക്കില്ല. കൂടുതൽ കാര്യങ്ങൾ മോശമായി ചെയ്യുന്നതിനേക്കാൾ കുറച്ച് കാര്യങ്ങൾ നന്നായി ചെയ്യുന്നത് ചിലപ്പോൾ കൂടുതൽ അർത്ഥവത്തായിരിക്കും. എല്ലാ അവസരങ്ങളും പിടിച്ചെടുക്കേണ്ടതില്ല. എല്ലാ ക്ഷണങ്ങൾക്കും പ്രതികരിക്കേണ്ടതില്ല. ചില കാര്യങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ മാത്രമേ ചില പ്രധാന കാര്യങ്ങൾക്ക് സ്ഥലമുണ്ടാകൂ. ഈ തിരഞ്ഞെടുപ്പാണ് യഥാർത്ഥ പ്രൊഡക്ടിവിറ്റിയുടെ അടിസ്ഥാനം. പ്രൊഡക്ടിവിറ്റിയെ പുനർനിർവചിക്കാതെ അലസതയെ മനസ്സിലാക്കാൻ കഴിയില്ല. പ്രൊഡക്ടിവിറ്റി എന്നത് കൂടുതൽ കാര്യങ്ങൾ പൂർത്തിയാക്കുക എന്നതല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന കാര്യങ്ങളിൽ മാത്രം ഊർജം ചെലവഴിക്കുക എന്നതാണ്. ഈ തിരിച്ചറിവ് വന്നാൽ വിശ്രമം ഒരു തടസ്സമല്ല, മറിച്ച് ഒരു നിക്ഷേപമായി മാറും. തിരക്കായ ജീവിതം എല്ലായ്പ്പോഴും സമ്പൂർണമായ ജീവിതമല്ല. ശാന്തതയില്ലാതെ അർത്ഥമില്ല. അലസത എന്നത് ഈ ശാന്തതയിലേക്ക് നയിക്കുന്ന ഒരു വാതിലാണ്. അത് തുറക്കാൻ നമ്മൾ തയ്യാറാകുമ്പോഴാണ് യഥാർത്ഥ മാറ്റം ആരംഭിക്കുന്നത്. വിശ്രമത്തിന്റെ യഥാർത്ഥ അർത്ഥം മടിയല്ല, പുനരുജ്ജീവനം. വിശ്രമം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ പലർക്കുമുള്ളിൽ ഒരു ചെറിയ കുറ്റബോധം ഉയരുന്നു.
ഇപ്പോൾ വിശ്രമിക്കാമോ? ഇത്രയും ചെയ്യാനുള്ളത് ബാക്കിയുള്ളപ്പോൾ ഞാൻ എങ്ങനെ വിശ്രമിക്കും എന്ന ചിന്തകൾ മനസ്സിൽ നിറയും. ഈ കുറ്റബോധം നമ്മൾ സ്വയം സൃഷ്ടിച്ചതല്ല. അത് നമ്മളിൽ പതിഞ്ഞുപോയ ഒരു സാമൂഹിക ബോധമാണ്. നമ്മുടെ സമൂഹത്തിൽ വിശ്രമത്തെ പലപ്പോഴും മടിയുമായി താരതമ്യപ്പെടുത്തുന്നു. ഒന്നും ചെയ്യാതെ ഇരിക്കുന്നത് സമയനഷ്ടമായി കാണുന്നു. എന്നാൽ ശരീരം ഒരു യന്ത്രമല്ല. തുടർച്ചയായി പ്രവർത്തിക്കാൻ അതിന് കഴിയില്ല. ശ്വാസം എടുക്കുന്നത് പോലെ വിശ്രമവും ജീവിക്കാനുള്ള ഒരു അടിസ്ഥാന പ്രക്രിയയാണ്. ഈ സത്യം നാം അംഗീകരിക്കാത്തതുകൊണ്ടാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. ലൈബ്രറി മൈൻഡ് സെറ്റ് വിശ്രമത്തെ ഒരു ഇടവേളയായി കാണുന്നു. പ്രവർത്തനത്തിന്റെയും ഇടയിൽ ആവശ്യമായ ഒരു ശ്വാസമെടുക്കൽ. ഈ ഇടവേള ഇല്ലാതാകുമ്പോൾ പ്രവർത്തനത്തിന് തന്നെ അർത്ഥം നഷ്ടപ്പെടുന്നു. ക്ഷീണിച്ച മനസ്സ് ചെയ്യുന്ന ജോലി പുറമേ നിന്ന് പൂർത്തിയായതായി തോന്നും, പക്ഷെ അതിന്റെ ഗുണമേന്മ കുറയും. ഈ അവസ്ഥയിൽ കൂടുതൽ ജോലി ചെയ്യാൻ ശ്രമിക്കുന്നത് ശരീരത്തോടും മനസ്സിനോടും ചെയ്യുന്ന അനീതിയാണ്. വിശ്രമം പ്രൊഡക്ടിവിറ്റിയുടെ വിരുദ്ധമല്ല, മറിച്ച് അത് പ്രൊഡക്ടിവിറ്റിയുടെ അടിസ്ഥാനം തന്നെയാണ്. വിശ്രമമില്ലാത്ത പ്രൊഡക്ടിവിറ്റി ഒരു പൊള്ളയായ ശ്രമമാണ്. ദീർഘകാലം അത് നിലനിൽക്കില്ല. വിശ്രമം മനസ്സിനെ പുനഃസംഘടിപ്പിക്കുന്നു, ശ്രദ്ധയെ മുറുകെ പിടിക്കാൻ സഹായിക്കുന്നു, വികാരങ്ങളെ ശമിപ്പിക്കുന്നു. നമ്മൾ പലപ്പോഴും വിശ്രമത്തെ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം തീർന്നതിന് ശേഷം എന്ന വിഭാഗത്തിലേക്ക് മാറ്റിവെക്കുന്നു. എന്നാൽ എല്ലാം തീരുന്ന നിമിഷം പലപ്പോഴും ഒരിക്കലും വരില്ല. ഈ സാഹചര്യത്തിൽ വിശ്രമം എല്ലായ്പ്പോഴും പിന്നിലായി പോകും. ലൈബ്രറി മൈൻഡ് സെറ്റ് ഈ ചിന്താശൈലിയെ മാറ്റാനാണ് ശ്രമിക്കുന്നത്. വിശ്രമം എല്ലാം തീർന്നതിന് ശേഷം ചെയ്യേണ്ട ഒരു കാര്യമല്ല, മറിച്ച് ആദ്യമേ പരിഗണിക്കേണ്ട ഒരു ആവശ്യമെന്നാണ് ഈ ദർശനം പറയുന്നത്. വിശ്രമമെടുക്കാൻ അനുമതി നൽകേണ്ടത് മറ്റാരുമല്ല, നമ്മൾ തന്നെയാണ്. സമൂഹത്തിന്റെ പ്രതീക്ഷകളും താരതമ്യങ്ങളും നമ്മളെ തടയുമ്പോൾ സ്വയം അനുമതി നൽകുക എന്നത് ധൈര്യമായ ഒരു തീരുമാനമാണ്. ഈ തീരുമാനമാണ് അലസതയെ ഒരു കലയാക്കി മാറ്റുന്നത്. വിശ്രമത്തിന്റെ അഭാവം മനുഷ്യനെ എങ്ങനെ മാറ്റുന്നു എന്നതും പുസ്തകം വിശദമായി സൂചിപ്പിക്കുന്നു. ക്ഷീണിച്ച മനുഷ്യൻ കൂടുതൽ ദുർബലനാകും, സഹനശേഷി കുറയും, ചെറിയ പ്രശ്നങ്ങൾ പോലും വലിയ ഭാരമായി തോന്നും. ഈ അവസ്ഥയിൽ ജീവിതത്തിന്റെ സൗന്ദര്യം കാണാൻ കഴിയില്ല. വിശ്രമം ഈ അന്ധകാരങ്ങളെല്ലാം മാറ്റുന്ന ഒരു വെളിച്ചമാണ്. ലൈബ്രറി മൈൻഡ് സെറ്റ് വിശ്രമത്തെ ഒരു ശീലമായി വളർത്തിയെടുക്കാൻ പ്രേരിപ്പിക്കുന്നു. ഇത് ഒരു തവണ എടുക്കുന്ന തീരുമാനമല്ല, മറിച്ച് ദിനചര്യയിൽ പതിയേണ്ട ഒരു മനോഭാവമാണ്. ചിലപ്പോൾ 5 മിനിറ്റ് ശാന്തമായി ഇരിക്കുന്നത് പോലും വലിയ മാറ്റം സൃഷ്ടിക്കും. ഈ ചെറിയ ഇടവേളകളാണ് ദീർഘകാല സമതുലിതാവസ്ഥയ്ക്ക് അടിസ്ഥാനം. നിങ്ങൾ വിശ്രമിക്കുമ്പോൾ നിങ്ങൾ പിന്നിലാകുന്നില്ല, നിങ്ങൾ നിങ്ങളിലേക്ക് മടങ്ങി വരികയാണ്. ഈ തിരിച്ചുവരവാണ് യഥാർത്ഥ മുന്നേറ്റത്തിന് വഴിയൊരുക്കുന്നത്. ഫോക്കസ്ഡ് പ്രൊക്രാസ്റ്റിനേഷൻ, വൈകിപ്പിക്കൽ ഒരു ടൂൾ ആകുമ്പോൾ. സാധാരണ പ്രൊക്രാസ്റ്റിനേഷൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ അതിനെ നെഗറ്റീവ് അർത്ഥത്തിൽ മാത്രമാണ് കാണുന്നത്. ചെയ്യേണ്ട കാര്യങ്ങൾ മാറ്റിവെക്കുന്നത് പരാജയത്തിന്റെ ലക്ഷണമാണെന്നും അതൊരിക്കലും അംഗീകരിക്കാനാവാത്ത ഒരു ദൗർബല്യമാണെന്നുമാണ് നമ്മൾ പഠിച്ചത്. എന്നാൽ ദ ആർട്ട് ഓഫ് ലേസിനെസ് എന്ന പുസ്തകം ഈ ധാരണയെ പൂർണ്ണമായും മറിച്ചിടുന്നു. ഇവിടെ പ്രൊക്രാസ്റ്റിനേഷൻ ഒരു ശത്രുവല്ല, മറിച്ച് ശരിയായി ഉപയോഗിക്കേണ്ട ശക്തമായ ഒരു ഉപകരണമാണ്. ഫോക്കസ്ഡ് പ്രൊക്രാസ്റ്റിനേഷൻ എന്ന ആശയം ഈ ഭാഗത്തിന്റെ ഹൃദയമാണ്. എല്ലാം ഒരേ സമയം ചെയ്യാൻ ശ്രമിക്കുന്നതിന് പകരം എന്ത് കാര്യങ്ങളാണ് ഉടൻ ചെയ്യേണ്ടത്, എന്ത് കാര്യങ്ങൾ ചെയ്യാൻ കുറച്ച് സമയം കാത്തിരിക്കാം എന്ന ബോധപൂർവമായ തീരുമാനമാണിത്. ഇവിടെ വൈകിപ്പിക്കൽ അശ്രദ്ധയല്ല, അത് ശ്രദ്ധയോടെയുള്ള ഒരു തിരഞ്ഞെടുപ്പാണ്. നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും അടിയന്തരമായി തോന്നാറുണ്ട്. ഇമെയിലുകൾ, സന്ദേശങ്ങൾ, ചെറിയ ആവശ്യങ്ങൾ എല്ലാം ഒരേ സമയത്ത് നമ്മളെ വിളിക്കുന്നു. ഈ സാഹചര്യത്തിൽ എല്ലാത്തിനും ഉടൻ പ്രതികരിക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ ശ്രദ്ധയെ ചിതറിക്കുന്നു. ഫോക്കസ്ഡ് പ്രൊക്രാസ്റ്റിനേഷൻ ഈ ചിതറിപ്പോകൽ ഒഴിവാക്കാനുള്ള ഒരു മാർഗമാണ്. ചില കാര്യങ്ങൾ ഇപ്പോൾ വേണ്ടെന്ന് വെക്കുക, അവയിൽ നിന്ന് കുറച്ചു നേരം വിട്ടുനിൽക്കുക. ഈ ഇടവേളയാണ് പ്രധാന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമ്മളെ സഹായിക്കുന്നത്. ഇവിടെ അലസത ഒരു ബോധപൂർവമായ നിയന്ത്രണമായി മാറുന്നു. എല്ലാത്തിനോടും ഉടൻ പ്രതികരിക്കേണ്ടതില്ല എന്ന ബോധം നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്നു. പ്രതികരണത്തിന്റെ ഈ മന്ദഗതി നമ്മളെ കൂടുതൽ വ്യക്തതയുള്ള തീരുമാനങ്ങളിലേക്ക് നയിക്കുന്നു. പലപ്പോഴും കുറച്ചു സമയം കഴിഞ്ഞാൽ തന്നെ ചില കാര്യങ്ങൾക്ക് സ്വാഭാവികമായി പ്രാധാന്യം നഷ്ടപ്പെടുന്നതായി നമുക്ക് കാണാം. ഫോക്കസ്ഡ് പ്രൊക്രാസ്റ്റിനേഷൻ നമ്മളെ പഠിപ്പിക്കുന്ന മറ്റൊരു പ്രധാന കാര്യം മനസ്സിന് ചിന്തിക്കാൻ സമയം നൽകുക എന്നാണ്.
ഒരു പ്രശ്നം ഉടൻ പരിഹരിക്കണം എന്ന സമ്മർദ്ദം ആഴമുള്ള ചിന്തയ്ക്ക് തടസ്സമാണ്. എന്നാൽ പ്രശ്നത്തെ കുറച്ചുനേരം വിട്ടുനിൽക്കാൻ അനുവദിക്കുമ്പോൾ മനസ്സ് അതിനെ അവബോധത്തിന്റെ ആഴത്തിൽ പ്രവർത്തിപ്പിക്കും. ഈ മന്ദഗതിയിലാണ് പല സൃഷ്ടിപരമായ ആശയങ്ങളും ജനിക്കുന്നത്. ക്രിയേറ്റിവിറ്റി ഒരിക്കലും നിർബന്ധിച്ച് ഉണ്ടാക്കാൻ കഴിയില്ല. അത് ശാന്തതയിൽ, ഇടവേളകളിൽ, അലസമായി തോന്നുന്ന നിമിഷങ്ങളിൽ ജനിക്കുന്നു. ഫോക്കസ്ഡ് പ്രൊക്രാസ്റ്റിനേഷൻ ഈ ഇടവേളകൾക്ക് ഇടം നൽകുന്നു. പുറത്തുനിന്ന് നോക്കുമ്പോൾ അത് അലസതയായി തോന്നാം, എന്നാൽ ഉള്ളിൽ അത് ശക്തമായ ഒരു മാനസിക പ്രവർത്തനമാണ്. എല്ലാം മാറ്റിവെക്കുന്ന അനിയന്ത്രിത പ്രൊക്രാസ്റ്റിനേഷനും ഫോക്കസ്ഡ് പ്രൊക്രാസ്റ്റിനേഷനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഒന്നാമത്തേത് കുറ്റബോധവും ആശങ്കയും ഉണ്ടാക്കും. രണ്ടാമത്തേത് മനസ്സിന് ശ്വാസമെടുക്കാൻ ഇട നൽകും, പ്രധാന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കും. ഈ വ്യത്യാസം തിരിച്ചറിയുന്നതാണ് അലസതയുടെ കല. ഫോക്കസ്ഡ് പ്രൊക്രാസ്റ്റിനേഷൻ സ്വീകരിക്കുമ്പോൾ നമ്മുടെ സമയത്തെക്കുറിച്ചുള്ള ബന്ധവും മാറുന്നു. സമയം നമ്മളെ ഓടിക്കുന്ന ഒന്നല്ല, നമ്മൾ നിയന്ത്രിക്കുന്ന ഒന്നായി മാറുന്നു. ചില കാര്യങ്ങൾ ഇപ്പോൾ വേണ്ടെന്ന് വെക്കാനുള്ള ധൈര്യം നമ്മുടെ ജീവിതത്തിൽ ശാന്തതയും സമാധാനവും ഉണ്ടാക്കും. വൈകിപ്പിക്കൽ എല്ലായ്പ്പോഴും ഒരു തെറ്റല്ല. ചിലപ്പോൾ അത് മനസ്സിന്റെ ബുദ്ധിപൂർവമായ ഒരു തീരുമാനം തന്നെയാകും. അലസതയെ ഈ രീതിയിൽ ഉപയോഗിക്കുമ്പോൾ അത് നമ്മളെ പിന്നിലാക്കുന്നില്ല, മറിച്ച് നമ്മളെ ശരിയായ ദിശയിലേക്ക് നയിക്കുന്നു. പ്രാക്ടിക്കൽ ടൂൾസ് ഫോർ ദ ലേസി അച്ചീവർ. പ്രൊഡക്റ്റീവ് ലേസിനെസിന്റെ പ്രായോഗിക വഴികൾ. മനുഷ്യന്റെ ജീവിതത്തിൽ ലേസിനെസ് എന്ന വാക്ക് പൊതുവെ ഒരു നെഗറ്റീവ് ആശയമായാണ് പരിഗണിക്കപ്പെടുന്നത്. ജോലി ഒഴിവാക്കുന്നവൻ, ഉത്തരവാദിത്തം ഇല്ലാത്തവൻ, സമയം കളയുന്നവൻ എന്നിങ്ങനെ വിവിധ ലേബലുകൾ എളുപ്പത്തിൽ പതിക്കപ്പെടും. എന്നാൽ ദ ആർട്ട് ഓഫ് ലേസിനെസ് എന്ന പുസ്തകം നമ്മളോട് പറയുന്നത് ലേസിനെസ് എന്നത് ഒരു ദോഷമല്ല എന്നാണ്. ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ അത് നമ്മളെ കൂടുതൽ കാര്യക്ഷമരാക്കുന്ന ഒരു ആയുധമാകും. ജീവിതത്തെ കൂടുതൽ സമതുലിതവും അർത്ഥവത്തുമായി മാറ്റുന്ന ഒരു സമീപനമാകും. മനസ്സിൽ മാത്രം സൂക്ഷിക്കേണ്ട ആശയങ്ങളല്ല ഇത്, മറിച്ച് ദൈനംദിന ജീവിതത്തിൽ നടപ്പിലാക്കാൻ കഴിയുന്ന ചിന്താരീതികളും ശീലങ്ങളുമാണ്. കുറച്ചു ചെയ്യുക, പക്ഷേ ശരിയായത് ചെയ്യുക എന്ന തത്വമാണ് ഇതിന്റെ അടിസ്ഥാനം. നമ്മൾ പലരും കരുതുന്നത് കൂടുതൽ മണിക്കൂർ ജോലി ചെയ്താൽ മാത്രമേ കൂടുതൽ വിജയം ലഭിക്കൂ എന്നാണ്. മണിക്കൂറുകളുടെ എണ്ണം കൂടുന്നതല്ല, ആ സമയത്ത് ചെയ്യുന്ന കാര്യങ്ങളുടെ ഗുണമേന്മയാണ് നിർണായകം. ലേസിനെസ് എന്നത് ഇവിടെ അലസതയല്ല, അനാവശ്യമായ കാര്യങ്ങൾ ഒഴിവാക്കി ആവശ്യമായ കാര്യങ്ങൾ മാത്രം ചെയ്യാനുള്ള ബുദ്ധിപൂർവമായ തിരഞ്ഞെടുപ്പാണ്. എല്ലാ ജോലികളും ഒരുപോലെ പ്രധാനമല്ല. നമ്മൾ ദിവസവും ചെയ്യുന്ന അനവധി പ്രവർത്തനങ്ങളിൽ വളരെ കുറച്ചു മാത്രമേ യഥാർത്ഥത്തിൽ ഫലം നൽകുന്നുള്ളൂ. ബാക്കിയുള്ളവ സമയവും ഊർജവും കളയുന്ന കാര്യങ്ങളാണ്. പ്രൊഡക്റ്റീവ് ലേസിനെസ് എന്നാൽ ഈ അനാവശ്യ പ്രവർത്തനങ്ങളെ തിരിച്ചറിഞ്ഞ് അവയെ ഒഴിവാക്കാനുള്ള ധൈര്യമാണ്. ഒരു ലേസി അച്ചീവർ ഒരിക്കലും എല്ലാ കാര്യങ്ങളിലും മുഴുകുന്ന ആളല്ല. അവർ തിരഞ്ഞെടുക്കുന്നു. അവർ തങ്ങളുടെ ഊർജം സംരക്ഷിക്കുന്നു. ഏറ്റവും കുറഞ്ഞ പരിശ്രമത്തിൽ ഏറ്റവും വലിയ ഫലം നൽകുന്ന പ്രവർത്തനങ്ങൾ കണ്ടെത്തുകയാണ് അവരുടെ ലക്ഷ്യം. ഇതൊരു ചതിയോ തട്ടിപ്പോ അല്ല, മറിച്ച് സ്വയം ബുദ്ധിപൂർവം ഉപയോഗിക്കുന്ന ഒരു ജീവിത കലയാണ്. ഈ ഭാഗം ഊന്നിപ്പറയുന്നത് സ്ലോ ടാസ്ക് എന്ന ആശയമാണ്. ഇന്നത്തെ ലോകം വേഗതയെ ആരാധിക്കുന്നു. വേഗത്തിൽ ജോലി ചെയ്യുക, വേഗത്തിൽ പഠിക്കുക, വേഗത്തിൽ വിജയം നേടുക, ഇതൊക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എല്ലാ കാര്യങ്ങളും വേഗത്തിൽ ചെയ്യേണ്ടതില്ല. ചില കാര്യങ്ങൾ പതുക്കെ, ശ്രദ്ധയോടെ, ഇടവേളകൾ എടുത്തു ചെയ്യുമ്പോഴാണ് അവയുടെ യഥാർത്ഥ മൂല്യം ലഭിക്കുന്നത്. ഉദാഹരണത്തിന്, മണിക്കൂറുകളോളം പുസ്തകത്തിന് മുന്നിൽ ഇരിക്കുന്നതല്ല കാര്യക്ഷമമായ പഠനം. മനസ്സ് ക്ഷീണിച്ചിരിക്കുമ്പോൾ വായിക്കുന്ന ഓരോ പേജും വെറും കാഴ്ചകളായി മാറും. പക്ഷെ ചെറിയ സമയങ്ങളിൽ പൂർണ്ണ ശ്രദ്ധയോടെ പഠിക്കുകയും ഇടയ്ക്ക് വിശ്രമിക്കുകയും ചെയ്താൽ കുറച്ചു സമയം കൊണ്ട് കൂടുതൽ അറിവ് നേടാൻ കഴിയും. ഇതാണ് പ്രൊഡക്റ്റീവ് ലേസിനെസ് പഠിപ്പിക്കുന്ന പ്രായോഗിക ബുദ്ധി. വിശ്രമം ഇവിടെ പാപമല്ല, മറിച്ച് അത് പ്രൊഡക്ടിവിറ്റിയുടെ ഭാഗമാണ്. ശരീരത്തിനും മനസ്സിനും വിശ്രമം ലഭിക്കുമ്പോൾ മാത്രമേ അവ പൂർണ്ണ ശേഷിയിൽ പ്രവർത്തിക്കൂ. നിരന്തരം ജോലി ചെയ്യുന്നത് നമ്മളെ ക്ഷീണിപ്പിക്കുകയും നമ്മുടെ ക്രിയേറ്റിവിറ്റി കുറയ്ക്കുകയും ഒടുവിൽ ജോലി തന്നെ വെറുപ്പാകുകയും ചെയ്യും. പ്രൊഡക്റ്റീവ് ലേസിനെസ് നമ്മളോട് പറയുന്നു, വിശ്രമം എടുക്കുമ്പോഴും കുറ്റബോധം വേണ്ട. മറ്റൊരു പ്രധാന ആശയം വർക്ക് റെസ്റ്റ് റിതം ആണ്. ജീവിതം ഒരു തുടർച്ചയായ ഓട്ടമല്ല, അതൊരു താളമാണ്. ജോലി, വിശ്രമം, വീണ്ടും ജോലി. ഈ താളം തെറ്റിയാൽ ജീവിതം അസന്തുലിതമാകും.
വളരെയധികം ജോലി ചെയ്താൽ ബേൺ ഔട്ട് ഉണ്ടാകും. വളരെയധികം വിശ്രമിച്ചാൽ ലക്ഷ്യബോധം നഷ്ടപ്പെടും. ലേസിനെസ് എന്നത് ഈ രണ്ടിനുമിടയിലെ ശരിയായ താളം കണ്ടെത്തുന്നതാണ്. ഒരു ലേസി അച്ചീവർ തൻ്റെ ദിവസത്തെ പൂർണ്ണമായി തിരക്കുള്ളതാക്കുന്നില്ല. അവർ ഉദ്ദേശപൂർവം ചില സമയങ്ങൾ ശൂന്യമാക്കി വയ്ക്കുന്നു. ആ സമയങ്ങളിലാണ് ചിന്തകൾ ക്രമപ്പെടുന്നത്, പുതിയ ആശയങ്ങൾ ഉണ്ടാകുന്നത്, മനസ്സ് ശാന്തമാകുന്നത്. ഈ ശൂന്യതയാണ് പലപ്പോഴും ക്രിയേറ്റിവിറ്റിയുടെ ഉറവിടം. എപ്പോഴും ബിസി ആയിരിക്കണം എന്ന ചിന്ത വേണ്ട. ബിസി ആയിരിക്കുക എന്നാൽ പ്രൊഡക്റ്റീവ് ആയിരിക്കുക എന്നതിൻ്റെ തെളിവല്ല. പലരും ബിസിയായി നടിക്കുന്നു. മീറ്റിങ്ങുകൾ, മെസ്സേജുകൾ, ചെറിയ ജോലികൾ എല്ലാം ചേർന്ന് ദിവസം നിറയും. പക്ഷേ ദിവസത്തിന്റെ അവസാനം യഥാർത്ഥത്തിൽ നമ്മൾ അല്പമെങ്കിലും മുന്നോട്ട് നീങ്ങിയിട്ടുണ്ടോ എന്ന ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പലപ്പോഴും ഇല്ല എന്നായിരിക്കും. ഇന്ന് ഞാൻ ചെയ്തതിൽ യഥാർത്ഥത്തിൽ മൂല്യമുള്ളത് എന്താണ്? ഈ ചോദ്യം സ്ഥിരമായി ചോദിക്കുന്നവൻ അനാവശ്യ തിരക്കുകളിൽ നിന്നും ഒഴിഞ്ഞുമാറും. ഹാബിറ്റ് ബിൽഡിംഗ് എന്ന ആശയം ലേസിനെസിന്റെ കണ്ണിലൂടെ നോക്കാം. വലിയ മാറ്റങ്ങൾ ഒരുമിച്ച് വരുത്താൻ ശ്രമിക്കുന്നത് പലപ്പോഴും പരാജയത്തിലേക്ക് നയിക്കും. പക്ഷെ ചെറിയ ശീലങ്ങൾ കുറഞ്ഞ പരിശ്രമത്തിൽ തുടർച്ചയായി ചെയ്യാൻ കഴിയുന്നവ, അവ കാലക്രമേണ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഒരു ലേസി അച്ചീവർ വലിയ ലക്ഷ്യങ്ങളെ ചെറുതാക്കി മാറ്റുന്നു. ദിവസവും ചെയ്യാൻ ബുദ്ധിമുട്ടില്ലാത്ത അത്രയും ചെറിയ ചെറിയ പ്രവർത്തനങ്ങളാക്കി മാറ്റുന്നു. ഈ ചെറിയ വിജയങ്ങൾ മനസ്സിന് ആത്മവിശ്വാസം നൽകും, തുടർച്ച നിലനിർത്താൻ സഹായിക്കും. ഇത് ഒരു പോരാട്ടമല്ല, ഒരു സൗമ്യമായ ഒഴുക്കാണ്. ഇവിടെ ലേസിനെസ് നമ്മളെ പഠിപ്പിക്കുന്നത് സ്വയം കഠിനമായി ശിക്ഷിക്കാതെ സൗഹൃദത്തോടെ സമീപിക്കാനാണ്. ഇന്ന് സാധിച്ചില്ലെങ്കിൽ നാളെ വീണ്ടും ശ്രമിക്കാം. കുറ്റബോധവും സ്വയം കുറ്റപ്പെടുത്തലും ലേസിനെസ് ദർശനത്തിൽ ഇല്ല. കാരണം അവ രണ്ടും ഊർജം കെടുത്തുന്ന വികാരങ്ങളാണ്. ഈ പുസ്തകം നമ്മളെ കുറച്ച് ജോലി ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒന്നല്ല, മറിച്ച് ബുദ്ധിപൂർവം ജോലി ചെയ്യാൻ പഠിപ്പിക്കുന്ന ഒന്നാണ്. ജീവിതത്തെ ഒരു മത്സരമായി കാണാതെ ഒരു യാത്രയായി കാണാനുള്ള കാഴ്ചപ്പാടാണ് ഇത്. പ്രൊഡക്റ്റീവ് ലേസിനെസ് എന്നത് സ്വാതന്ത്ര്യമാണ്. സമയത്തിന്റെ അടിമയാകാതെ, തിരക്കിന്റെ അടിമയാകാതെ, സ്വന്തം ഊർജത്തെ മാനിച്ച് ജീവിക്കുന്ന ഒരു ജീവിത ശൈലി. പ്രൊഡക്റ്റീവ് ലേസിനെസ്, ഉള്ളിലെ കലയുടെ തുടർച്ച. പ്രൊഡക്റ്റീവ് ലേസിനെസിന്റെ മറ്റൊരു പ്രധാന സവിശേഷത സമയത്തെ കാണുന്ന രീതിയാണ്. സാധാരണ മനുഷ്യൻ സമയത്തെ ശത്രുവായി കാണുന്നു. സമയം പോവുകയാണ്, സമയം കിട്ടുന്നില്ല, സമയം പോരാ എന്നൊക്കെയാണ് നാം പറയുന്നത്. എന്നാൽ പ്രൊഡക്റ്റീവ് ലേസിനെസ് സമയത്തെ ഒരു ശത്രുവായല്ല, ഒരു വിഭവമായി കാണാൻ പരിശീലിപ്പിക്കുന്നു. ശരിയായി ഉപയോഗിക്കേണ്ട ഒരു വിഭവം, നമ്മൾ സംരക്ഷിക്കേണ്ട ഒരു സമ്പത്ത്. സമയം മാനേജ് ചെയ്യുക എന്നതല്ല യഥാർത്ഥ പ്രശ്നം, ഊർജം മാനേജ് ചെയ്യുക എന്നതാണ്. ഒരേ സമയത്ത് ഒരാൾക്ക് ഒരുപോലെ പ്രവർത്തിക്കാൻ കഴിയില്ല. ചില സമയങ്ങളിൽ മനസ്സ് സജീവമായിരിക്കും, ചില സമയങ്ങളിൽ ക്ഷീണം അനുഭവപ്പെടും. ഈ സ്വാഭാവിക ചക്രത്തെ അംഗീകരിക്കുന്നതാണ് പ്രൊഡക്റ്റീവ് ലേസിനെസ്. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന വലിയ പിഴവ് ക്ഷീണിച്ച മനസ്സോടെ തന്നെ ജോലി തുടരും എന്നതാണ്. അതിൻ്റെ ഫലം തെറ്റുകൾ, വൈകിപ്പിക്കൽ, പിന്നെ സ്വയം കുറ്റപ്പെടുത്തൽ എന്നിവയെല്ലാമാണ്. ലേസിനെസ് ഇവിടെ പറയുന്നു, നിനക്ക് ഇപ്പോൾ ചെയ്യാൻ കഴിയില്ലെങ്കിൽ അത് അംഗീകരിക്കൂ. ഈ അംഗീകാരം പരാജയമല്ല, മറിച്ച് ബുദ്ധിമുട്ടില്ലാത്ത മുന്നേറ്റം തന്നെയാണ്. ടൈം ബ്ലോക്സ് എന്ന ആശയം ലളിതവും ശക്തവുമാണ്. ഒരു ലേസി അച്ചീവർ തൻ്റെ ദിവസം മുഴുവനും തിരക്ക് പിടിക്കുന്നില്ല. അവർ ചില സമയങ്ങൾ മാത്രം തിരഞ്ഞെടുത്ത് ആ സമയങ്ങളിൽ പൂർണ്ണ ശ്രദ്ധയോടെ ജോലി ചെയ്യുന്നു. ബാക്കി സമയം വിശ്രമത്തിനും ചിന്തയ്ക്കും വിട്ടുകൊടുക്കുന്നു. ഈ രീതിയിൽ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ കഴിയും. വിശ്രമം ഇവിടെ ഒരു റിവാർഡല്ല, ഒരു റിക്വയർമെൻ്റ് ആണ്. ജോലി തീർത്താൽ വിശ്രമിക്കാം എന്ന ചിന്ത മാറ്റി വിശ്രമിച്ചാൽ മാത്രമേ നല്ല രീതിയിൽ ജോലി ചെയ്യാൻ കഴിയൂ എന്ന തിരിച്ചറിവാണ് ഈ ഭാഗം നൽകുന്നത്. ഇതൊരു വലിയ മനോഭാവ മാറ്റമാണ്, പ്രത്യേകിച്ച് കഠിനമായി ജോലി ചെയ്താൽ മാത്രമേ നീ വിജയിക്കൂ എന്ന ചിന്തയിൽ വളർന്നവർക്ക്. പ്രൊഡക്റ്റീവ് ലേസിനെസ് നമ്മളെ കുറ്റബോധത്തിൽ നിന്ന് മോചിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. വിശ്രമിക്കുമ്പോൾ കുറ്റബോധം തോന്നുന്നവർ അനവധി പേരുണ്ട്. ഒന്നും ചെയ്യാതെ ഇരിക്കുന്നത് സമയം പാഴാക്കുന്നതാണ് എന്ന തോന്നലാണ് ഇത്. എന്നാൽ ഒന്നും ചെയ്യാത്തതായി മറ്റുള്ളവർക്ക് തോന്നുന്ന സമയങ്ങളിലാണ് ഉള്ളിൽ പല കാര്യങ്ങളും നടക്കുന്നത്. ചിന്തകൾ ക്രമപ്പെടുന്നു, അനുഭവങ്ങൾ പാകപ്പെടുന്നു, തീരുമാനങ്ങൾ വ്യക്തത നേടുന്നു. ഗിൽറ്റ് ഫ്രീ ലേസിനെസ് എന്ന ആശയം നോക്കാം. കുറ്റബോധമില്ലാതെ വിശ്രമിക്കാൻ പഠിക്കുന്നത് ഒരു കഴിവാണ്. അത് ഒരുപാട് പരിശീലനം ആവശ്യപ്പെടുന്ന ഒന്നാണ്. സമൂഹം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ്.
എന്നാൽ ലേസിനസ് ദർശനം പറയുന്നത് നിന്റെ മൂല്യം നിന്റെ തിരക്കിൽ അല്ല എന്നാണ്. സ്മോൾ ആക്ഷൻസ് ഫിലോസഫി ഇതിന് സഹായകമാണ്. വലിയ ലക്ഷ്യങ്ങൾ നമ്മളെ ഭയപ്പെടുത്തും. അതുകൊണ്ടാണ് പലരും ആരംഭിക്കാതെ തന്നെ പിന്മാറുന്നത്. ഒരു ലേസി അച്ചീവർ വലിയ ലക്ഷ്യങ്ങളെ ചെറിയതും ഭാരം കുറഞ്ഞതുമായ പ്രവർത്തനങ്ങളായി വിഭജിക്കുന്നു. ഇന്ന് ചെയ്യാൻ എളുപ്പമുള്ളത് മാത്രം ചെയ്യുന്നു, പിറ്റേന്ന് അതിൻ്റെ തുടർച്ച ചെയ്യുന്നു. ഈ തുടർച്ചയാണ് വിജയത്തിൻ്റെ രഹസ്യം. ഈ സമീപനം നമ്മെ പരാജയ ഭീതിയിൽ നിന്ന് രക്ഷിക്കുന്നു. എല്ലാം പൂർണ്ണതയിൽ ചെയ്യണം എന്ന സമ്മർദ്ദം തന്നെ ഇല്ലാതാകുമ്പോൾ തുടങ്ങാനുള്ള ധൈര്യം വർദ്ധിക്കും. ലേസിനസ് ഇവിടെ പൂർണ്ണതയെ ആരാധിക്കുന്നില്ല, തുടർച്ചയെയാണ് ആരാധിക്കുന്നത്. ജീവിതം ഒരു ടു ഡു ലിസ്റ്റ് അല്ല, എല്ലാം പൂർത്തിയാക്കേണ്ട ഒരു പട്ടികയല്ല ജീവിതം. ചില കാര്യങ്ങൾ ചെയ്യാതെ വിടുന്നതും ഒരു തീരുമാനമാണ്. എല്ലാത്തിനും യെസ് പറയുന്നവൻ ഒടുവിൽ സ്വയം നഷ്ടപ്പെടുത്തും. പ്രൊഡക്റ്റീവ് ലേസിനസ് എന്നാൽ നോ പറയാനുള്ള ധൈര്യമാണ്. ഈ നോ പറയൽ ഒരു കല തന്നെയാണ്. അനാവശ്യമായ ക്ഷണങ്ങൾ, പ്രാധാന്യമില്ലാത്ത ജോലികൾ, ഊർജം ചോർത്തുന്ന ബന്ധങ്ങൾ, ഇവയെല്ലാം ഒഴിവാക്കാൻ ലേസിനസ് നമ്മെ പരിശീലിപ്പിക്കുന്നു. ഇതൊരു സ്വാർത്ഥതയല്ല, മറിച്ച് സ്വയം സംരക്ഷണമാണ്. പ്രൊഡക്ടിവിറ്റി എന്നത് വ്യക്തിഗതമാണ്. മറ്റൊരാൾക്ക് അനുയോജ്യമായ രീതികൾ നിങ്ങൾക്ക് ചേരണമെന്നില്ല. ഒരു ലേസി അച്ചീവർ തൻ്റെ സ്വഭാവം മനസ്സിലാക്കുന്നു. തനിക്ക് ഏറ്റവും നല്ല സമയം ഏതാണ്, എത്ര നേരം ജോലി ചെയ്താൽ ക്ഷീണം വരും, എപ്പോൾ വിശ്രമം വേണം, ഇതെല്ലാം സ്വയം പഠിക്കുന്നു. ഇവിടെ ലേസിനസ് ഒരു ഷോർട്ട് കട്ടല്ല, ഒരു സെൽഫ് അവയർനെസ് പ്രാക്ടീസാണ്. സ്വന്തം പരിധികളെ മനസ്സിലാക്കലാണ്, അവയെ മാനിക്കുന്നതാണ്. ഈ തിരിച്ചറിവിൽ നിന്നാണ് നമ്മുടെ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിക്കുന്നത്. ജീവിതം ഒരു മത്സരമല്ല. പ്രൊഡക്ടിവിറ്റി ജീവിതത്തിൻ്റെ ലക്ഷ്യമല്ല, അത് ജീവിതത്തെ മെച്ചപ്പെടുത്താനുള്ള ഒരു ഉപകരണം മാത്രമാണ്. ഈ ഉപകരണം നമ്മെ നിയന്ത്രിക്കരുത്, നമ്മൾ അതിനെ നിയന്ത്രിക്കണം. പ്രൊഡക്റ്റീവ് ലേസിനസ് നമ്മെ സമാധാനത്തിലേക്ക് നയിക്കുന്നു. എല്ലാം ചെയ്യേണ്ടതില്ല, എല്ലാം അറിയേണ്ടതില്ല, എല്ലാം നേടേണ്ടതില്ല എന്ന ബോധം, ഈ ബോധത്തിലാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. പ്രൊഡക്റ്റീവ് ലേസിനസ് ഒരു ജീവിത ദർശനം. പ്രൊഡക്റ്റീവ് ലേസിനസ് എന്ന ആശയം ഒടുവിൽ നമ്മെ എത്തിക്കുന്നത് ഒരു വലിയ തിരിച്ചറിവിലേക്കാണ്. ജീവിതം മെച്ചപ്പെടുത്താനുള്ള ശ്രമം തന്നെ ജീവിതത്തെ നശിപ്പിക്കരുത് എന്ന സത്യം. ഈ പുസ്തകം ലേസിനസിനെ ഒരു താൽക്കാലിക തന്ത്രമായല്ല, ദീർഘകാല ജീവിത ദർശനമായി അവതരിപ്പിക്കുന്നു. നമ്മൾ പലപ്പോഴും കരുതുന്നത് ലക്ഷ്യത്തിലെത്തിയാൽ മാത്രമേ വിശ്രമിക്കാനാകൂ എന്നാണ്. പക്ഷേ ലക്ഷ്യങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. ഒന്ന് നേടിയാൽ മറ്റൊന്ന് വരും. അതിനാൽ എല്ലാം കഴിഞ്ഞാൽ വിശ്രമിക്കാം എന്ന ചിന്ത യഥാർത്ഥത്തിൽ ഒരിക്കലും സംഭവിക്കില്ല. പ്രൊഡക്റ്റീവ് ലേസിനസ് ഈ ചക്രം തകർക്കുന്നു. യാത്രകൾക്കിടയിലും വിശ്രമം സാധ്യമാണ് എന്ന് അത് നമ്മെ പഠിപ്പിക്കുന്നു. ഈ ദർശനം നമ്മെ ദീർഘകാല ശീലങ്ങളിലേക്ക് നയിക്കുന്നു. പെട്ടെന്ന് ഫലം കിട്ടുന്ന രീതികൾക്ക് പകരം വർഷങ്ങളോളം നിലനിൽക്കുന്ന ശീലങ്ങൾ വളർത്തുക എന്നതാണ് പ്രൊഡക്റ്റീവ് ലേസിനസ് ദർശനത്തിൻ്റെ ലക്ഷ്യം. ചെറിയ പരിശ്രമത്തിൽ തുടർച്ചയായി ചെയ്യാൻ കഴിയുന്ന ശീലങ്ങൾ ജീവിതത്തെ നിശബ്ദമായി മാറ്റിമറിക്കും. ഇവിടെ മാറ്റം ഒരു പൊട്ടിത്തെറിയല്ല, അത് ഒരു മന്ദഗതിയിലുള്ള ഒഴുക്കാണ്. ഒരു ലേസി അച്ചീവർ വലിയ വാഗ്ദാനങ്ങൾ സ്വയം നൽകുന്നില്ല. അവർ നാളെ എല്ലാം മാറും എന്ന് സ്വപ്നം കാണുന്നില്ല. പകരം ഇന്ന് അല്പം മെച്ചപ്പെടുക എന്നതാണ് അവരുടെ ലക്ഷ്യം. ഈ അല്പം എന്നതാണ് ലേസിനെസിൻ്റെ ശക്തി. കാരണം അത് നമ്മെ ഭയപ്പെടുത്തുന്നില്ല, ക്ഷീണിപ്പിക്കുന്നില്ല, ഉപേക്ഷിക്കാൻ പ്രേരിപ്പിക്കുന്നില്ല. ജീവിതം സ്ഥിരമായ ഒരു അവസ്ഥയല്ല. ചില ദിവസങ്ങളിൽ ജോലി കൂടുതലായിരിക്കും, ചില ദിവസങ്ങളിൽ വിശ്രമം. ഈ മാറ്റങ്ങളെ സ്വാഭാവികമായി അംഗീകരിക്കുന്നതാണ് ലേസിനെസ്. എല്ലാം ഒരുപോലെ പൂർണ്ണമായി നിയന്ത്രിക്കണം എന്ന മോഹം ഇവിടെയില്ല. പ്രൊഡക്റ്റീവ് ലേസിനെസ് നമ്മെ സ്വയം സൗമ്യമായി സമീപിക്കാൻ പഠിപ്പിക്കുന്നു. പരാജയങ്ങൾ വന്നാൽ സ്വയം കുറ്റപ്പെടുത്താതെ അതിൽ നിന്ന് പഠിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഇന്ന് സാധിച്ചില്ലെങ്കിൽ നാളെ വീണ്ടും ശ്രമിക്കാം എന്ന മനോഭാവം. ഈ കരുണയാണ് ദീർഘകാല പ്രൊഡക്ടിവിറ്റിയുടെ അടിസ്ഥാനം. സമൂഹത്തിന്റെ പ്രതീക്ഷകളിൽ നിന്ന് സ്വയം മോചിതരാകുക. എല്ലാവരും തിരക്കിലായിരിക്കുമ്പോൾ നിങ്ങൾ ശാന്തമായി നിൽക്കുന്നത് തെറ്റായി തോന്നാം. പക്ഷേ ലേസിനെസ് നമ്മളോട് ചോദിക്കുന്നു, നീ ആരുടെ ജീവിതമാണ് ജീവിക്കുന്നത്? സ്വന്തം മൂല്യങ്ങൾ അനുസരിച്ചുള്ള ജീവിതമാണ് യഥാർത്ഥ വിജയമെന്ന് ലേസിനെസ് ഓർമ്മിപ്പിക്കുന്നു. ഈ ദർശനത്തിൽ വിജയം ഒരു താരതമ്യമല്ല, മറ്റുള്ളവരെക്കാൾ മുന്നിലെത്തുക എന്നതല്ല നമ്മുടെ ലക്ഷ്യം, മറിച്ച് സ്വന്തം ജീവിതത്തിൽ സമാധാനം കണ്ടെത്തുക എന്നാണ്. പ്രൊഡക്ടിവിറ്റി അതിന് സഹായിക്കുന്ന ഒരു ഉപകരണമാണ്, അത് നമ്മുടെ ലക്ഷ്യമല്ല. ഈ പുസ്തകത്തിൻ്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ ലേസിനെസ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ മാറിയിരിക്കും. അത് ഇനി അലസതയല്ല, മറിച്ച് തിരഞ്ഞെടുക്കാനുള്ള ധൈര്യമാണ്. എന്ത് ചെയ്യണം, എന്തൊഴിവാക്കണം,
എപ്പോൾ പ്രവർത്തിക്കണം, എപ്പോൾ വിശ്രമിക്കണം, ഈ തീരുമാനങ്ങൾ ബോധപൂർവം എടുക്കുന്ന ഒരാളാണ് യഥാർത്ഥ ലേസി അച്ചീവർ. കൂടുതൽ നേടാൻ കുറച്ചു മതിയാകുന്ന ജീവിതം. ഈ ലാളിത്യത്തിലാണ് മനസ്സിന്റെ ശാന്തിയും ശരീരത്തിന്റെ ആരോഗ്യവും ഒരുമിച്ച് നിലനിൽക്കുന്നത്. ദ ആർട്ട് ഓഫ് ലേസിനെസ് എന്ന പുസ്തകം നമ്മളോട് നിശബ്ദമായി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നീ ഇത്രയും കഠിനമായി ഓടുന്നത് എന്തിനാണ്? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുന്നിടത്താണ് ലേസിനെസ് ഒരു ജീവിതകലയായി മാറുന്നത്. ജീവിതം ഒരു പട്ടികയല്ല, ഒരു മത്സരമല്ല, ഒരു പരീക്ഷയുമല്ല. അത് അനുഭവിക്കാനുള്ള ഒന്നാണ്. ഗിൽട്ട് മാനേജ്മെന്റ് വളരെ പ്രധാനമാണ്. പ്രൊഡക്റ്റീവ് ലേസിനെസ് പിന്തുടരുന്ന ഒരാൾക്ക് ഇടയ്ക്കിടെ കുറ്റബോധം തോന്നുന്നത് സ്വാഭാവികമാണ്. കാരണം വർഷങ്ങളായി നമ്മൾ പഠിച്ചിരിക്കുന്നത് വിശ്രമം അർഹതയുള്ളവർക്ക് മാത്രം എന്ന ചിന്തയാണ്. എന്നാൽ ഈ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് വിശ്രമം നമ്മുടെ അവകാശമാണ് എന്നാണ്. അത് നേടേണ്ട ഒന്നല്ല, നമ്മൾ നിലനിർത്തേണ്ട ഒന്നാണ്. കുറ്റബോധം പലപ്പോഴും നമ്മളെ പഴയ ശീലങ്ങളിലേക്ക് തിരികെ വലിച്ചിഴയ്ക്കും. വീണ്ടും അനാവശ്യ തിരക്കുകൾ, വീണ്ടും അമിത ജോലി, വീണ്ടും ക്ഷീണം. ഈ ലൂപ്പ് തകർക്കാൻ ലേസിനെസ് നമ്മളോട് ആവശ്യപ്പെടുന്നത് സ്വയം ബോധവൽക്കരണം നേടുക എന്നാണ്. ഇപ്പോൾ ഞാൻ എന്തുകൊണ്ട് കുറ്റബോധം അനുഭവിക്കുന്നു എന്ന ചോദ്യം ചോദിക്കാൻ പഠിക്കണം. പലപ്പോഴും ഉത്തരം നമ്മുടെ ഉള്ളിൽ നിന്നല്ല, സമൂഹത്തിൽ നിന്ന് വന്ന ശബ്ദമായിരിക്കും. ഈ ഭാഗം നമ്മളെ പരിധികൾ സ്ഥാപിക്കാൻ പഠിപ്പിക്കുന്നു. എല്ലായ്പ്പോഴും അവൈലബിൾ ആകേണ്ടതില്ല, എല്ലാ ആവശ്യങ്ങൾക്കും പ്രതികരിക്കേണ്ടതില്ല. സ്വന്തം സമയത്തിനും ഊർജത്തിനും ഒരു അതിരിടുക എന്നത് സ്വാർത്ഥതയല്ല, അത് സ്വയം സംരക്ഷണമാണ്. ലേസിനെസ് ഈ അതിരുകൾ കുറ്റബോധമില്ലാതെ വരയ്ക്കാനുള്ള ധൈര്യമാണ് നമുക്ക് നൽകുന്നത്. ഈ പുസ്തകം നൽകുന്ന ഏറ്റവും മനോഹരമായ ആശയം സന്തോഷവും പ്രൊഡക്ടിവിറ്റിയും തമ്മിലുള്ള ബന്ധമാണ്. സന്തോഷമുണ്ടെങ്കിൽ മാത്രമേ ദീർഘകാല പ്രൊഡക്ടിവിറ്റി സാധ്യമാകൂ. സന്തോഷമില്ലാത്ത വിജയം ശൂന്യമാണ്. ലേസിനെസ് ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ജീവിതത്തിന്റെ ഗുണമേന്മയാണ്, ജീവിതത്തിലെ നേട്ടങ്ങളുടെ എണ്ണമല്ല. ദ ആർട്ട് ഓഫ് ലേസിനെസ് നമ്മളെ ഒരു ലളിതമായ പക്ഷേ ശക്തമായ സത്യത്തിലേക്ക് നയിക്കുന്നു. എല്ലാം നിയന്ത്രിക്കേണ്ടതില്ല, എല്ലാം പദ്ധതി പ്രകാരം നടക്കണമെന്നില്ല. ചില കാര്യങ്ങൾ സ്വയം നടക്കട്ടെ. ഈ വിട്ടുകൊടുക്കലിലാണ് മനസ്സിന്റെ സ്വാതന്ത്ര്യം. ലേസിനെസ് ഒടുവിൽ നമ്മളെ പഠിപ്പിക്കുന്നത് ജീവിതത്തോട് പോരാടാതെ അതിനോടൊപ്പം ഒഴുകാനാണ്. തിരക്കിനെ ആരാധിക്കുന്ന ലോകത്ത് ശാന്തിയെ തിരഞ്ഞെടുക്കുന്നത് ഒരു വിപ്ലവമാണ്. ആ വിപ്ലവം നിശബ്ദമാണ്, പക്ഷേ അതിൻ്റെ സ്വാധീനം ആഴമുള്ളതാണ്.